സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, ആ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പം രാഹുൽ ഗാന്ധിക്കോ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കോ പോലും വലിയ പ്രശ്നമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കാരണം അതിൻ്റെ ആവശ്യകത അവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ളൊരു പരിപാടി ആവിഷ്കരിക്കാൻ BJP പ്രേരിപ്പിച്ചൊരു ഘടകമെന്തെന്ന് നമുക്ക് മനസ്സിലാവും. BJP ഈ മൂന്നാമത്തെ ടേമിലേക്ക് 400-ൽ പരം സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിന് നേരിട്ടതും. പക്ഷേ BJPക്ക് സ്വന്തമായി ഭരിക്കാനുള്ള സീറ്റുകൾ പോലും കിട്ടിയില്ല. അപ്പോഴാണ് BJP നേതൃത്വത്തിന്റെ കണ്ണു തുറന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ആ അന്വേഷണം കൊണ്ടെത്തിച്ചത് ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടി യുദ്ധം ചെയ്തല്ല, നുഴഞ്ഞുകയറ്റത്തിലൂടെ കീഴടക്കാൻ വേണ്ടി നടത്തിയ വൻപൻ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ തരത്തിലൊരു പരാജയം BJPക്ക് പറ്റിയത് എന്നവർക്ക് ബോധ്യമായി. കാരണം ഈ നുഴഞ്ഞുകയറ്റക്കാർ നുഴഞ്ഞു കയറിയത് വ്യക്തമായ ഒരു ഐഡിയയോട് കൂടിയാണ്. BJP ഭരണത്തെ താഴെ ഇറക്കുക, ഇന്ത്യയുടെ ഭരണം കൈയാളുക എന്നുള്ളതായിരുന്നു. ബീഹാറിൽ നമ്മൾ കണ്ടു 60 ലക്ഷത്തോളം ഈ തരത്തിലുള്ള അനധികൃതമായ ആൾക്കാർ. മമത കിടന്ന് നെട്ടോട്ടമോടുകയാണ്. മമത എങ്ങനെ ജയിച്ചു, അധികാരത്തിൽ വന്നു? ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടിന്റെ ബലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് മമത പറഞ്ഞത് ബംഗാളിൽ ഈ SIR നടപ്പിലാക്കിയാൽ ഞാൻ ഇന്ത്യയെ മുഴുക്ക തകർക്കുമെന്ന്. ഈ നെത്തോലി പോലുള്ള വെണ്ണുമ്പുള്ള അവർ വിചാരിച്ചാൽ ഇന്ത്യയെ തകർക്കാൻ പറ്റുമോ? ബംഗാളിൽ മാത്രം നിന്നുകൊണ്ട് ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ പിന്തുണയോടുകൂടി ഇന്ത്യയെ തകർക്കാമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊന്നും നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ സ്റ്റാലിനും വലിയ വാക്കുകളൊന്നുമില്ല. പിണറായി ഏതാണ്ട് പൂർണ്ണമായും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് ഈ നാടിൻ്റെ നിലനിൽപ്പിന്, അഭിവൃദ്ധിക്ക്, വളർച്ചയ്ക്ക്, സുസ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ ഒന്നിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇപ്പം മീഡിയ ഒന്നിലെ അജിം ഷായുടെ ഏക പ്രതീക്ഷ ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് മാത്രമാണ്. നമ്മുടെ ജയപ്രകാശ് ജി പുനർജനിക്കണം, അത് മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്നുള്ള നിലവിളിയോടുകൂടിയാണ് ഇപ്പോഴവർ രംഗത്ത് വന്നിരിക്കുന്നത്. നേപ്പാളിലെ പോലെ ജൻസി കലാപം അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇന്ത്യയിൽ അതുണ്ടാവുക. ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പാർട്ടികൾ ആശ്രയിക്കാതെ ജനങ്ങൾ തന്നെ ഈ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സമരരംഗത്തേക്ക് വരുന്ന സമൂലമായൊരു പരിവർത്തനത്തിന്, ഒരു സമ്പൂർണ്ണ ക്രാന്തികാരി എന്നൊക്കെ പറയുന്നത് പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടുപോലുള്ള ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉയർന്നു വരാതെ ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല.